നമുക്ക് തോന്നണ ഒരു കവർ കിട്ടിയെങ്കിൽ അതിലാക്കിയിട്ട് കളയായിരുന്നു. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതന്നെ. ഇടന്ന് ഞാൻ ഓട്ടോ പിടിച്ചു വരും, എന്നിട്ട് നിങ്ങൾ ആ ഓട്ടോ പൈസ നിങ്ങൾ കൊടുക്കണം. ഏകദേശം ഒരു 10,000-2000-3000 ഒക്കെ വരും. നല്ലത് വണ്ടി കയറിക്കോ. ഓക്കെ അല്ലേ? ഞാൻ വണ്ടി കയറിക്കോട്ടെ. നമ്മളിന്ന് ചെറിയൊരു യാത്രയിലാണ്. അപ്പോഴാണ് ന്യൂ ഇയറിന് ഭയങ്കര സംഭവമായിട്ട് റീൽസിലൊക്കെ കണ്ടു, നക്ഷത്ര തടാകം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ പോണ വഴിയിൽ ജസ്റ്റ് കണ്ട് ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ്. സംഭവം കൊള്ളാം കേട്ടോ, സ്ഥലമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അവിടെയൊക്കെ എന്ത് മരം നോക്കാക, ആക്കെ എന്ത് മരോ? അടിപൊളി പ്ലേസ് ആണ് കേട്ടോ, കൊള്ളാം. നല്ല വൈബായിട്ടിരിക്കാൻ പറ്റിയൊരു പ്ലേസ് അല്ലേ കാക്ക? വൈകുന്നേരം ഇരിക്കണം. ഇതിപ്പോൾ നട്ടുച്ചയായിരുന്നു, നല്ല വെയിലാണ്. അതെന്താ സംഭവം? പമ്പ് ചെയ്യണ? ഞാൻ പെട്ടെന്ന് എന്താ സംഭവം പെട്ടെന്ന് നെട്ടിപ്പോയി. പൈപ്പ് പൊട്ടിയേക്കുന്നാണ്. പൈപ്പ് പൊട്ടിയേക്കുന്നല്ലേ? ലീക്കാണ്. ഞങ്ങളിവിടുന്ന് പോവേണ്ടോ? അപ്പോൾ ഉള്ളിൽ കൂടെ ഒരു കാറ് പോകണുണ്ടോ? ഇവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി പ്ലേസ് ഉണ്ട്. കാക്കാധാരണം വണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ വീണ്ടും ആ സ്ഥലം കാണാനായിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര വൈബൻ പ്ലേസ്. ഇവിടെ നിന്നാൽ ഈ എന്താ പറയുക, ഈ ലോകം മുഴുവൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പൊട്ടത്തരമാണ്, മനസ്സല്ല. ഇങ്ങനെ കണ്ടായിരുന്നു. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നണേ? എന്ത് ഭംഗിയാ. വണ്ടി നിർത്തി തന്നിട്ട് ഗൂഗിൾ മാപ്പ് നോക്കുന്ന ഇക്കാക്ക. നിങ്ങൾ ഈ കാഴ്ചാണല്ലോ ഒന്ന്. എന്നിട്ട് ഇനി നമുക്ക് അടുത്ത പ്ലേസിലേക്ക് പോവാം. ഇത് നമ്മുടെ ട്രാവൽ വ്ളോഗാണ് ഗൈസ്, മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. നല്ല വൈബ് പ്ലേസ്. പരിസരത്തൊന്നും ആരും ഇല്ല. കണ്ട, എനിക്ക് ഹെൽമെറ്റ് മാറ്റിയിട്ട് വർത്താനം പറയണമെന്നുണ്ട്, പക്ഷെ ദൂരി കഴിഞ്ഞാൽ വീണ്ടും ഇടേണ്ടതിന് ശേഷം അടുത്ത പ്ലേസിൽ വെച്ച് നമ്മൾ ഹെൽമെറ്റ് മാറ്റുന്നതാണ്. ഈ കാട്ടിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കൊണ്ടുവന്നത്. കാട്ടിൽ ഉപേക്ഷിക്കാനാണ് കൊണ്ടുവന്നത്. എനിക്ക് നല്ലോണം ഇവിടെ ഒന്നും ഒരു മനുഷ്യന്മാരും ഇല്ല. നടക്കൂല അനുഷ, നടക്കൂല. കാക്കാട് ആഗ്രഹമായി നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോകുന്നു. കാക്കാ അടുത്ത പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്നറിയില്ല. കോറിയാണോ? അടിപൊളി കരിങ്കൽ കോറി കണ്ടു. ദൂരെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് ഞാൻ ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഒരു മതിലായിട്ട് തോന്നുമെങ്കിലും കണ്ടോ നിങ്ങൾക്ക്? കണ്ടോ എന്ത് ഭംഗിയാ നോക്കി. കുഴിയൊക്കെ കണ്ടോ? ഇപ്പൊ കോറിയില്ലേ? അവിടെ വരെ പോകാൻ പറ്റുന്നില്ലേ? വെറുതെ പോകാൻ പറ്റുള്ളൂ ഇല്ലേന്ന്? കരിങ്കല്ല് പൊട്ടിച്ചെടുത്തോണ്ടിരുന്നല്ലേ ഇത്. അവിടെ കൂടി വഴി വന്നാണ്.
ആ ഇപ്പം എടുക്കണല്ലേ? ഇപ്പം എടുക്കണ്ട. നീ ഒരു മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുകയാണോ? എല്ലാ സീരിയസ് ആയിട്ട് കാണൂലേ? ഇപ്പം എടുക്കണ്ട കേസ് എടുക്കും. സംഭവം കൊള്ളാം, നല്ല പ്ലേസ്. മീനുണ്ട് തോന്നുന്നു, നിറച്ചും വെട്ടണുണ്ട്. കറട്ടെ കറക്കി പിടിക്കുന്നു. വണ്ടി പോണ സ്ഥലമാണത്. തട്ട് തട്ട് വണ്ടി ഇറങ്ങണ്ട താഴേക്ക്. ഇതിന്റെ മോള് വരെ പോവോ? ഇവിടെ നമുക്ക് വണ്ടി വരുന്നത്. ഇതെങ്ങനെയൊക്കെ പ്രോസസ്? ഇതെങ്ങനെ പ്രോസസ്? ഇതിന്റെ ഉള്ളിൽ കൂടെ വരുമോ കല്ല്? ഓ, ഈ കിടക്കണ മിറ്റല് പോലത്തെ സംഭവം ഇതിന്റെ ഉള്ളിന്ന് വരും. എന്താ അവിടെ ഒന്ന് ഒരു ഇതുണ്ട്. എന്താ ഇപ്പൊ അത് ഇത്രയും നടക്കുന്നുണ്ട്. ഡയറക്റ്റ് വരൂലേ? ഇടും. അപ്പൊ ഡയറക്റ്റ് വന്ന് വീഴും. വൻ സെറ്റപ്പ് അല്ലേ? കരിങ്കല്ലാണ് മുകളിൽ പൊടിച്ച്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഒരു അടിപൊളി പ്ലേസ് കണ്ടിട്ട് നിർത്തിയതാണ്. ഇവിടെയാണ് ഈ മയിൽ കരയണ സൗണ്ട് പോലത്തെ. അപ്പം ഞാൻ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല വൈബ് പ്ലേസ് ഞാൻ കാണിച്ചു തരാവേ. അവിടെ ആരോ ഇരിക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. അവനെന്താ ഉദ്ദേശിക്കുന്നത്? വെയിൽ തിന്നണ ഒളിച്ച കണ്ടേ? ഇപ്പൊ നമ്മൾ ഇക്കാക്കാടെ അടുത്തേക്ക് ഓടാൻ പോയി. ഇക്കാക്ക പറഞ്ഞു നിങ്ങളിഷ്ടമായില്ല, എന്നെ ഇഷ്ടമായത്. ഞാൻ ഇത്ര അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് പോയില്ല. ഇല്ല, ഒരാളുണ്ട്, ഒരാൾ ദൈവം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു പോയിക്കുന്നു. കണ്ട ആനയൊന്നും ചേർക്കാം. അപ്പോൾ പണി കിട്ടി. അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് ആന ഇറങ്ങിയേക്കണായിരുന്നു. ചെക്ക് പോസ്റ്റിനെ എനിക്ക് കട്ടുവിടില്ലെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല തണുപ്പ്. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അവിടെ ആന ഇറങ്ങിയേക്കണ കാരണം അവിടേക്ക് കടത്തി വിടല്ല. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ തിരിച്ച് പകുതി വരെ എത്തി. അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വ്ലോഗ് എടുക്കുന്നത്. ആന ഇറങ്ങിയതല്ലേ കാക്ക? ആന ഇറങ്ങിയിട്ട് മയക്കോട് ചെയ്യണം, അതുകൊണ്ട് കയറ്റിവിടൂല. നീ അപ്പം നമ്മൾ തിരിച്ചു പോയാണോ? വേറെ ഏതെങ്കിലും വഴിയുണ്ടോയെന്ന് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ നേരത്തെ നിന്ന് വീഡിയോ എടുത്ത സെയിം പ്ലേസിൽ തന്നെ ഉണ്ട് ഇപ്പോൾ വന്നേക്കണേ. വേറെ എങ്ങും നമുക്ക് നിർത്താൻ ഒരു ഇതില്ല.
ഈ ഹെൽമെറ്റ് ഒന്ന് പിടിച്ചേ, പാറ്റമില്ല. പക്ഷെ ഇവിടെ ഭയങ്കര റിലാക്സ് ആയിട്ടുള്ളൊരു ആരെയും സൗണ്ടൊന്നും ഇല്ലാണ്ട് എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ്. എനിക്കിങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്നത് ഭയങ്കര സമാധാനമൊക്കെ തരുന്നു. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ ഒരു ഡേ ഉണ്ടല്ലോ, അത് ഓക്കെ ആക്കാൻ ഇങ്ങനെയുള്ള പ്ലേസുകൾ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഈ കാക്ക എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കണ്ട. ഇപ്പോൾ എങ്ങോട്ടേ പോണേന്ന് പോവാ കാക്ക. മനുഷ്യ, ഞാൻ വീഡിയോ എടുക്കാൻ മാത്രം, നിങ്ങൾ എന്നെ ഇവിടെ കളഞ്ഞിട്ടിട്ടുണ്ടോ? പോവും ഈ മനുഷ്യൻ നിർത്തുന്നല്ലോ, നിർത്തില്ലേ? ഇതെന്നാ ഈ കാട് മുഴുവൻ നടത്തിക്കുന്നുണ്ട്. എന്തെങ്കിലൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? എന്റെ അവിടെ ഇവിടെയൊക്കെ കളഞ്ഞിട്ടിട്ട് പോകുമ്പോ എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് എനിക്ക് തോന്നണ. ഒരു കവർ കിട്ടിയെങ്കിൽ കളയായിരുന്നു. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതന്നെ, പ്ലാസ്റ്റിക് കൂടിലിട്ട് ചുട്ടിക്കുട്ടി. ഞാൻ ആരുടെയിലെ വണ്ടിയിൽ പിടിച്ച് ഞാൻ കയറി പോരും. ഞാൻ അങ്ങോട്ട് അങ്ങനെ കളഞ്ഞാല് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ചിത്രശലം പോക്കാം. അവനക്ക് വഴി അറിയും. ഞാൻ പറഞ്ഞില്ലേ, ആരുടെയിലെ വണ്ടി പിടിച്ച് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഓട്ടോ പിടിച്ചു വരും. എന്നിട്ട് നിങ്ങൾ ആ ഓട്ടോ പൈസ നിങ്ങൾ കൊടുക്കണം. ഏകദേശം ഒരു 10,000-2,000 3,000 ഒക്കെ വരും. നല്ലത് വണ്ടി കയറിക്കോ. ഓക്കെ അല്ലേ? ഞാൻ വണ്ടി കയറിക്കോട്ടെ? അപ്പൊ ഗൈസ്, ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറാണ്. ഈ കാക്ക എൻ്റെ അടുത്ത് തിരിച്ച് കയറിക്കോളാൻ പറഞ്ഞ്. ഓട്ടോക്ക് വേണ്ടിയിട്ടുള്ള 10,000 രൂപ കാക്ക കളയാൻ പറ്റില്ലെന്ന്. സോ ഞാൻ തിരിച്ച് കയറട്ടെ കേട്ടാ. നമ്മളങ്ങനെ വീണ്ടും നക്ഷത്ര തടാകത്തിൻ്റെ പരിസരത്ത് കൊണ്ട് ചെക്ക് പോസ്റ്റ് ക്ലോസ് ആയിരുന്നു. തിരിച്ചു പോകുന്നു. എന്നെ കൊണ്ട് വന്നേ കാക്ക വെള്ളം കുടിച്ചു. അതിന് വേണ്ടി ലേസ്. ഇതുമ്മ ചൂടുണ്ടോ? നമ്മളൊരു ഓസിലാണ് കയറിയിരിക്കാൻ പോകുന്നത്. ചൂട് കക്കട ബാക്ക് വേദന പൊള്ളിയാ. കിളി പൊട്ടിട്ട് കണ്ടാ? ഓ, എന്തൊരു ചെറിയ കിളിയാ. ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇച്ചിരി വലുതായിട്ട് തോന്നുന്നു. കൂടി തുറന്നിരിക്കേണ്ട ലൈറ്റിൻ്റെ അതിൻ്റെ മുകളിലാണ് ആള് വന്ന് കൂട് കൂട്ടി അനങ്ങുന്നുണ്ടോ? ഒന്ന് കാണാൻ ജനലാണ്. കാണുമ്പോൾ അനങ്ങണമൊന്നുമില്ല. പിന്നെ ആളവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ഈ ലേസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കാക്ക വീഡിയോ എടുക്കുന്നോട്ട് പറ്റൂല. തിന്നണ കാര്യത്തിൽ ഞാൻ ഫസ്റ്റാണ്. എനിക്ക് ക്ഷമയില്ല ഗൈസ്. ശരിക്കും ആരാണ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണേന്ന് നോക്കണം. കിളിയാണോ അതോ ഇക്കാക്കയാണോ? നോക്കിയിരുന്ന് എനിക്ക് മടുത്ത്. ഞാൻ പോയി ലേസ് പൊട്ടിച്ച് തിന്നാൻ പോകുന്നു. ഞാൻ മുട്ടി കുടിച്ചാൽ കുടിക്കോ? കുടിച്ചേരണ്ട ചോദിക്കണേ. കുടിച്ചില്ലെങ്കിൽ കുടിക്കണ്ട അത് പറയാനാ.
ഇടുക്കി എൻ്റെ അസിസ്റ്റൻ്റാണ് വീട്ടിൽ, ഞാൻ അസിസ്റ്റൻ്റ്, പുറത്ത് കാകയാണ് അസിസ്റ്റൻ്റ്. തിന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ പൊട്ടിക്ക് ടേസ്റ്റില്ല. ഒരു നീല വലിയ ടേസ്റ്റില്ല, ഒരു ഉപ്പും മുടിയൊക്കെ കിട്ടും. വണ്ടി വരുന്നുണ്ട്. ഇത് കൊള്ളാം. ഓറഞ്ചാ ടേസ്റ്റ് റെഡിനേക്കാളും. സംഭവം ഇതുമായിട്ടുണ്ട് നല്ലൊരു. നിങ്ങളായിട്ട് റെഡ് തിന്നു, ഓറഞ്ച് എനിക്ക്. അത് കാര്യമായിരുന്നു. ഇതാ ഓറഞ്ച് താ തന്നില്ല, അത് വേണ്ട. എന്താണെന്നറിയാവോ? തേനെല്ലിക്ക വേണ്ടേ? അപ്പം ഇത് ഞാൻ ഒറ്റക്ക് തിന്നുന്നതായിരിക്കും. അതിൽ പറഞ്ഞാൽ 10, 5. ഇതൂടെ വേസ്റ്റിൽ കേട്ടോ, വണ്ടിയുടെ ഉള്ളിൽ അക്ക കിറ്റിലാക്കിക്കോ. നെല്ലിക്കയുടെ കൊടുക്കും ഇടുന്നതിന് കുഴപ്പമില്ല. പ്ലാസ്റ്റിക് വേസ്റ്റ് കളഞ്ഞാൽ കാക്കാക്ക് ഇഷ്ടമായില്ല. എനിക്കിഷ്ടമായി. ഞാൻ വീട്ടിലുണ്ടാക്കുന്നതിന് അപ്പം എനിക്കിടക്ക് തിന്നാലോ. ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പർ. തേനെല്ലിക്ക ഉള്ള നിങ്ങിയില്ലല്ലോ. എന്താന്നൊക്കെ മലയുടെ ഫ്രണ്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, തുപ്പുന്നു, മുഖം കഴുകുന്നു. ധ്യാനം ഉണ്ടല്ലോ. നിന്റെ മുഖത്ത് വെട്ടില്ല. ഇല്ലേ, പിന്നെ മുടിയൊക്കെ കെട്ടട്ടെ.
എവിടേക്ക് പോകണം എന്നുള്ള കാര്യമായ സെർച്ചിങ്ങിലാണ് എൻ്റെ കിട്ടിയത്. ഒറ്റക്ക് വണ്ടി ഓടിക്കണം. കളയാനാ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 10,000 കണക്ക്. എന്തായാലും ഞാൻ നഷ്ടപ്പെട്ടു പോവില്ല. പക്ഷെ ഒരു 10,000 കണക്ക് വരും, ഓട്ടോ ചാർജും ക്യാബിന്റെ ചാർജിനായിട്ട്. അത് മുടക്കാൻ തരുന്നുണ്ടെങ്കിൽ എന്നെ അവിടെ വേണമെങ്കിലും കളയാം. ഞാൻ തിരിച്ചു വരും പൂച്ചയുടെ റൂട്ടാണ്. നീന്തലറിയാം. തല്ലിയിടാനായിരിക്കും. അല്ല ഓക്കിയിടില്ല പ്ലീസ്. നെല്ല് കതിരായി തുടങ്ങുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡില് വാഴക്കൃഷി, ഇപ്പുറത്ത് കവുങ്ങുന്നുണ്ട്. ഇല്ല നാടൻ പ്ലേസിലൂടെ പോകും. ബാക്കിലേറെ വണ്ടി വന്നു. ഇത് പാടാണ്. ഇന്നുമാതിരി മാവട്ടിട്ട് പോകും. അങ്ങോട്ടാണ് നല്ല വെയിലാണ് ഗൈസ്. ഇത്ര നേരം വെയിലൊന്നും കിട്ടണ്ടായില്ല. ഉണ്ടല്ലേ ഇവിടെ ഫുള്ള് ഒതുക്കിയിട്ടൊക്കെയാണ്. എനിക്ക് തോന്നുന്നു റിസോർട്ടിന് എന്തെങ്കിലും സെറ്റപ്പ് അറിയില്ല. ആ പാറയൊക്കെ എടുത്തല്ലേ. തിരക്കുണ്ടോ? അയ്യോടാ മറ്റേ ചെരുപ്പിട്ടും വരാം. കിടിലം വൈബ് പ്ലേസ്. വെള്ളം കഴിഞ്ഞു കൂടെ വന്നപ്പോ നമുക്ക് ഇരിക്കാനൊക്കെ ചെയ്തിട്ടില്ലേ? അതെവിടെ ഇതെന്തത്? മീൻ ഇവിടെ നിന്ന് പിടിച്ച് മീൻ തന്നെ ഇവിടെ നന്നാക്കിട്ട് പോയതാണോ? ഏത്? കണ്ടത് ആകെ വേസ്റ്റ് ആക്കിയേക്കും. ഞാനിവിടെ ഒരു കല്ല് കണ്ട് അതെടുക്കാൻ വന്ന. നല്ല ഉരുളങ്കല്ല്. കാക്കിത് ഏത് വഴി കൂടെയൊക്കെ ചാടിപ്പോയത്. വൈബ് പ്ലേസ് മക്കളെ, സൂപ്പർ പ്ലേസ് ആണ്. പക്ഷെ ഇത്തവണ വന്നപ്പോ വെള്ളം തീർന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെരുപ്പ് വരും. എളുപ്പുണ്ടോ? ഇന്നിപ്പോ എനിക്ക് ഇറങ്ങിയാൽ കുഴപ്പമില്ല. ഞാൻ പുതിയ ഡ്രസ്സല്ലേ ഇട്ടേക്കണേ, വൈറ്റും അല്ല. ഓ എന്റെ പൊന്നോ സൂപ്പർ ആണോ? കെട്ടിയിട്ടേണണ്ടാ കളകളാരവം. അവിടെ നിന്നൊക്കെ ആൾക്കാർ അവിടെ നിന്ന് തന്നെ.
സൂപ്പർ. മറന്നു കാല് കയറ്റി ചെറുതായിട്ട് ഭ്രാന്തുണ്ടല്ലേ? അങ്ങനെ കാക്കൻ്റെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് കാക്ക വന്നിരിപ്പായി. ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? കല്ല് പെറുക്കാൻ പോകും. കണ്ടോ, പലതരം കല്ലുണ്ട്. കാക്ക എന്നെ പിറക്കാൻ സഹായിക്കാന്ന് പറഞ്ഞു. പിറക്കി കാണിച്ചാ ഒന്നും നടക്കുള്ള ഗൈസ്, ഒന്നും കിട്ടുള്ള. കാക്കാന്റെ സ്ഥിരം വാട്ടർ പ്രൂഫാന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് വാച്ചെടുത്ത് വെള്ളത്തിൽ മുക്കുന്നു. കഴുകുന്നതല്ലോ, കഴുകുന്നതല്ലോ, വെള്ളത്തിലിട്ട് മുക്കി കാണിച്ചതല്ലേ വാട്ടർ പ്രൂഫ് അന്ന്. അത് അഹങ്കാരമാണ്, അഹങ്കാരം. എന്നാ പുറത്തു പോയിരിക്കോ? ഞാൻ എന്നിട്ട് മോൻ കഴിക്കില്ല. പുറത്തു പോയിരിക്കാം. അതില് നിങ്ങളുടെ കാര്യത്തിൽ നിൽക്കല്ലോ. നമ്മള് കുറച്ചു നേരം ഇവിടെയൊക്കെ നടന്ന് കുറേ നേരം വെള്ളത്തിലിരുന്നതിന് ശേഷം നമ്മള് പോവാൻ ടൈമായി. അപ്പൊ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കാഴ്ചകൾ കാണിച്ചു തരാന്ന്. അതിങ്ങനെ ഒരു പാറ നല്ല ഒഴുക്ക്. ഈ കാലം ഉണക്കാണ് എഴുതുന്നത്. വാ വാ, അതിൻ്റെ ഉള്ളിൽ കാല് പെട്ട ഒടിഞ്ഞു. വീണ്ടും മഞ്ഞോട്ടാ. കാരണം നമ്മളിവിടെ എത്തിയിട്ട് ചാടിക്കിടന്ന് എവിടെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. അപ്പുറത്തേക്കൊക്കെ എന്തോ കുറേ കെട്ടുകളുണ്ട്. അപ്പം അത് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ എല്ലായിടത്തും ആൾക്കാരാണ്. ഇവിടെ എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഫുൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്ത് കഴിച്ച് ഈവനിങ് ആവുമ്പോഴേക്കും പോകും. ഇപ്പോൾ 2-3 ടീംസ് ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ പോയിട്ടോ. ആണോ, ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇതിപ്പോൾ വെള്ളം കുറഞ്ഞു പോയിന്ന് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ ഇവിടെ ഫുൾ വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ 2 മരം, ഒരു പുല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. കണ്ടോ, അപ്പം ഇനി നമുക്ക് തിരിച്ചു പോവാം. അവിടെയൊക്കെ ആൾക്കാർ പോയിരുന്ന് കഴിക്കുന്നുണ്ട്. അവിടെ അവിടെ ഇവിടെ നമുക്ക് തിരിച്ചു പോവാം. എൻ്റെ കാല് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം, എന്നിട്ട് വേണം പോവാൻ. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോണ യാത്രയിൽ കാണാം. എന്നെ കരയിൽ നിർത്തിയിട്ട് നിങ്ങളുടെ ചെരുപ്പ് കഴുകണം. എന്ത് മനസ്സുഖം നിങ്ങൾക്ക് കിട്ടണേ. ക്രോക്സ് എന്ത് മനസ്സുഖം കിട്ടുന്നേ പറ. ഞാനൊന്ന് കാല് നനച്ചിട്ട് എന്തായിരുന്നു ഒന്നും പറയാനില്ലേ. ദേവപ്പട്ടി സുന്ദരമായിട്ട് കഴിഞ്ഞോട്ട് വെള്ളം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നിട്ട് നമ്മളിപ്പോ ഉള്ളത് എവിടെയാ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ, നെടുമ്പാശ്ശേരി, അവിടുത്തെ ബ്ലോക്കിലാണ് നമ്മളിപ്പോ കിടക്കുന്നത്. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം രാവിലെ മുതൽ പട്ടിണിയാണ്. അപ്പൊ ഞങ്ങള് അൽറീമിൽ കയറിയിട്ടുണ്ട്. അൽറീമില് മന്തി കഴിക്കാം എന്ന് വിചാരിച്ചാണ് കയറിയത്.
കയറി കഴിഞ്ഞപ്പോ എന്താ അവിടെ കുറെ നേരം ഇരുന്നതിന് ശേഷമാണ് അതേപോലെ ഫുഡ് തന്നേട്ടാ. കുറച്ചു നേരം ഇരുന്നുള്ളൂ. നോർമലി വരുന്ന അതേ ടൈം. പക്ഷെ നോർമലി ഞാൻ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വന്നില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോയാണ്. അപ്പൊ ബൈ.